Hi and hello, this is Vishak Vijay. ഇന്ന് ഞാനൊരു എക്സാമിനേഷൻ റിസൾട്ട് അനലൈസറിനെ കുറിച്ച് പറയാൻ വന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടുന്നത് ഒരു ഓഫ്ലൈൻ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ റിസൾട്ട് അനലൈസറിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ സെക്കൻഡ് ഇയർ എക്സാമിനേഷൻസ് ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്ത് കൊടുത്ത് നമുക്ക് അതിൻ്റെ റിപ്പോർട്ടൊക്കെ ജനറേറ്റ് ചെയ്ത് ടോപ്പേഴ്സ് ആരൊക്കെയാണെന്നും അല്ലെങ്കിൽ സ്കൂൾ വൈസ് പെർസെൻറ്റേജ് എന്താണെന്നും ബാച്ച് വൈസ് പെർസെൻറ്റേജ് എന്തെന്നാണെന്നും അതുപോലെ സബ്ജക്ട് വൈസ് പെർസെൻറ്റേജ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂള്. അങ്ങനെ ഒരു ടൂൾ ആണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് യൂസ് ചെയ്തിരിക്കുന്നത് കേരള റിസൾട്ട്സ് .nic.in എന്ന് പറയുന്ന സൈറ്റിൽ നിന്നും എടുക്കുന്ന മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഞാനിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ കേരള റിസൾട്ട്സ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ആ കേരള റിസൾട്ട്സ് .nic.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ടൂൾ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നുള്ളതിൻ്റെ ഒരു PDF ഫയൽ ഹെൽപ്പ് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്കും ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇതിൽ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ട്യൂട്ടോറിയൽ കാണണമെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ടൂളിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു പ്രൊസീഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായി, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടതെന്നൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് പോകാം. അപ്പോൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ഹോം പേജാണ്. ഹോം പേജിൽ ഇപ്പം നമ്മൾ ഒരു ബട്ടണാണ് കാണുന്നത്. എന്നാൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ബട്ടൺസ് ഉണ്ട്. ഒന്ന് സ്കൂൾ സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബട്ടണും അതുപോലെ റിസൾട്ട് സോൺ എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടി ഇതിനകത്ത് വരും. എന്നാൽ ഇപ്പോൾ റിസൾട്ട് സോൺ എന്ന് പറയുന്ന ബട്ടൺ ഇല്ലാതിരിക്കാൻ കാരണം നമ്മളിപ്പോൾ ഒരു മാർക്ക് ലിസ്റ്റും എൻട്രി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു സ്കൂളും എൻട്രി ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് റിസൾട്ട് സോൺ എന്ന് പറയുന്ന ആ ബട്ടൺ കാണാത്തത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്കൂൾ സെറ്റിംഗ് ആണ്. അപ്പം ആദ്യം നമ്മൾ ഈ ടൂളിനകത്ത് നമ്മുടെ സ്കൂൾ ഏതാണെന്നും അതിൻ്റെ ബാച്ച് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ടൂളിന് പറഞ്ഞു കൊടുക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. സ്കൂൾ സെറ്റിംഗ് എടുക്കുക, സ്കൂൾ സെറ്റിങ്ങിനകത്ത് സ്കൂൾ കോഡ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ജോലി. അപ്പോൾ സ്കൂൾ കോഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സ്കൂളുകൾക്കും ഓരോ കോഡുകളുണ്ട്. ആ കോഡ് നമ്മൾ ഏതാണോ ടൈപ്പ് ചെയ്യുന്നത് ആ ടൈപ്പ് ചെയ്യുന്ന കോഡ് അടിച്ചിട്ട് എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും നിങ്ങളുടെ സ്കൂളിൽ ഏതൊക്കെ കോഴ്സ് കോമ്പിനേഷൻസ് ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്യിക്കും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ ഒരു കോഡ് അടിക്കുകയാണ് 4056. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ സ്കൂളിൻ്റെ പേരും ആ സ്കൂളിൽ എത്ര ബാച്ച് ഉണ്ടെന്നും അത് ഏതൊക്കെ ബാച്ചുകളാണെന്നും ഒക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം ഇതിൽ കാണുന്ന ബാച്ച് ഏതാണെന്നെങ്കിലും അല്ലെങ്കിൽ ഏത് ബാച്ചിലേക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പം 4 ബാച്ചിനും മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൻ്റെ പെർസെൻറ്റേജും ബാച്ച് വൈസ് പെർസെൻറ്റേജും എല്ലാം നമുക്ക് ഇൻഡിവിജ്വലി എടുക്കാൻ പറ്റും. അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ ഇവിടെ ഒരു റിസൾട്ട് അനലൈസ് എന്ന് പറയുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു ബട്ടണും കൂടെ ഇവിടെ ആക്റ്റീവ് ആവേണ്ടതാണ്. പക്ഷെ അതും മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യാത്തത് കൊണ്ടാണ് ആക്റ്റീവ് ആവാത്തത്. അത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അതായത് നമ്മളിനി എങ്ങനെയാണ് ഇതിനകത്തേക്ക് മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യുന്നത്. ഇപ്പൊ മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ ബാച്ചിന്റെ ഓരോ ബാച്ചിന്റെയും ലെഫ്റ്റ് സൈഡിൽ ഓരോ ആരോ മാർക്ക് കാണും. ഇതിൽ ബാച്ച് 1ന്റെ മാർക്ക് ലിസ്റ്റ് ആണ് നമ്മൾ എൻട്രി ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിൽ മാർക്ക് ലിസ്റ്റിൽ ആ ആരോയിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യേണ്ട ഏരിയയിലേക്ക് വരും. ഇപ്പൊ മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യേണ്ട ഏരിയയിലും കുറച്ച് ബട്ടൺസ് ഉണ്ട്. അതും കൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഫസ്റ്റ് ഹോം ബട്ടൺ. ഹോം ബട്ടൺ എന്തിനായിരിക്കും നിങ്ങൾക്കെല്ലാം അറിയാം. ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബാക്കിലോട്ട് പോകും. നമ്മുടെ സ്കൂൾ സെറ്റിംഗ് പേജിലേക്ക് വന്നു. ഈ സ്കൂൾ സെറ്റിംഗ് പേജിലേക്ക് നമുക്ക് വന്നിട്ട് വീണ്ടും അടുത്ത ബാച്ച് എടുക്കാം. അങ്ങനെ നമുക്ക് പോകാൻ വേണ്ടിയാണ് സ്കൂൾ സെറ്റ് ഈ ഹോം ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിനകത്തൊരു മാർക്ക് ലിസ്റ്റ് നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് പിന്നീട് വേറൊരു സ്കൂളിന്റെ നോക്കണം, അല്ലെങ്കിൽ വേറൊരു സ്കൂളിന്റെയാണ് നോക്കേണ്ടതെങ്കിൽ നമ്മൾ വീണ്ടും അടിച്ചു കൊടുത്തിട്ട് ഈ മാർക്ക് ലിസ്റ്റ് ആ സെയിം മാർക്ക് ലിസ്റ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ഓൾ കൊടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മാർക്ക് ലിസ്റ്റ് കൊടുക്കുക. പുതിയ ബാച്ച് ഏതാണോ, ആ പുതിയ സ്കൂൾ ഏതാണോ, ആ സ്കൂളിന്റെ നമ്മൾ തന്നിരിക്കുന്ന കോഴ്സ് കോമ്പിനേഷന്റെ ബാച്ച് ഏതാണോ ആ ബാച്ചിന്റെ മാർക്ക് ലിസ്റ്റ് ഇവിടെ കൊടുക്കുക. ഇനി ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഓൾറെഡി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സെല്ലുണ്ട്. ഈ സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ടോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എത്ര താഴേക്ക് പോയി കഴിഞ്ഞാലും ഈ മാർക്ക് ലിസ്റ്റിന്റെ എത്രയും താഴോട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ടോപ്പ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഈ ഫസ്റ്റ് ലൈനിലേക്ക് വരാൻ പറ്റും. അതുപോലെ ലാസ്റ്റ് റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്കൂളുകളിലൊക്കെ ഒരേ കോഴ്സ് കോമ്പിനേഷനുള്ള ഒന്നിലധികം ബാച്ചുകൾ കാണും. അപ്പം അതിന്റെയൊക്കെ മാർക്ക് ലിസ്റ്റ് ചിലപ്പം റാൻഡം ആയിട്ടാണ് വരുന്നതെങ്കിൽ നമുക്കത് ഡിഫറെന്റ് ടൈമിലായിട്ട്
ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിൽ മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യുക, ലാസ്റ്റ് റോ കൊടുത്തു കഴിഞ്ഞാൽ ആ മാർക്ക് ലിസ്റ്റിന്റെ ലാസ്റ്റ് റോയിലേക്ക് വരും. അവിടെ നമ്മൾ അടുത്ത മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യുക. എന്നിട്ട് നമ്മൾ ടോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ നേരെ ഇങ്ങോട്ട് വരും, നമ്മുടെ ഫ്രണ്ട് ആ ഫസ്റ്റ് ലൈനിലേക്ക് നമുക്ക് വരും. അപ്പം എങ്ങനെയാണ് മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളതും നമുക്കൊരു അറിയേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള റിസൾട്ട്സ് .nic.in എന്ന് പറയുന്ന സൈറ്റ് ആണിത്. അതിൻ്റെ അകത്തെ ഒരു സ്കൂൾ വൈസ് റിസൾട്ട് എടുത്ത് അതിൻ്റെ അത് സ്കൂൾ കോഡ് കൊടുത്ത് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ കാണുന്ന വിൻഡോ ആണിത്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ കണ്ട എല്ലാ കോഴ്സ് കോമ്പിനേഷൻസിന്റെയും മാർക്ക് ലിസ്റ്റ് ഇവിടെ തയ്യാറാണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് ഓരോ കോഴ്സ് കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് കോപ്പി ചെയ്യണം. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഹെഡറിന്റെ ആവശ്യമില്ല. നമ്മൾ എവിടെ തൊട്ട് കോപ്പി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ രജിസ്റ്റർ നമ്പർ മുതൽ നമ്മൾ താഴോട്ട് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് നമ്മളുടെ ആദ്യത്തെ കോഴ്സ് കോമ്പിനേഷൻ ഏതാണോ, ഇപ്പം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എന്ന് പറയുന്നതാണ് ആദ്യത്തെ കോഴ്സ് കോമ്പിനേഷൻ. അപ്പം അത് എവിടെ വരെ ഉണ്ടോ അവിടെ വരെ എടുക്കുക. അത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇത്രയും സെലക്ഷൻ, ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഭാഗം നമ്മൾ കോപ്പി കൊടുക്കുക. കോപ്പി കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ ടൂളിലേക്ക് പോയി ആ ടൂളിൽ വെച്ചിട്ട് നമുക്ക് അതിന്റെ മാർക്ക് ലിസ്റ്റിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത കോഴ്സ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് ആണെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് നമ്മൾ കോപ്പി ചെയ്ത് താഴോട്ട് കൊടുക്കണം. എന്നിട്ട് അത് എവിടെയാണോ തീരുന്നത്, ഈ കോമ്പിനേഷന്റെ റിസൾട്ട് എവിടെ വരെ ഉണ്ടോ അത്രയും ഭാഗത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ലിസ്റ്റ് നമ്മളുടെ അടുത്ത ബാച്ച് സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പൊ നമ്മൾ കേരള റിസൾട്ട്സ് .nic.in എന്ന് പറയുന്ന സൈറ്റിൽ നിന്ന് കോപ്പി ചെയ്ത മാർക്ക് ലിസ്റ്റ് ഇതുപോലെ ബാച്ച് 1 ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് കോമ്പിനേഷന്റെ മാർക്ക് ലിസ്റ്റ് ആണ് ഞാൻ എൻ്റർ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ബാച്ച് 1 ക്ലിക്ക് ചെയ്യുക. ബാച്ച് 1 ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ആക്റ്റീവ് ആയിട്ടുള്ള ഈ സെല്ല് രജിസ്റ്റർ നമ്പറിന് തൊട്ട് താഴെയുള്ള സെല്ലിലേക്ക് ഒന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിനകത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത അതേ മാർക്ക് ലിസ്റ്റ് നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പം ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ഒരു ക്വിക്ക് അനലൈസ് എന്ന് പറയുന്ന ഒരു വിൻഡോ ലെഫ്റ്റ് സൈഡിൽ കാണും. അതിലൂടെ നമുക്ക് ഈ ഒരു അനലൈസിങ് റിപ്പോർട്ട് നമുക്ക് ഓൾറെഡി കിട്ടും. അതായത് നമ്മൾ അതിൽ എത്ര സ്റ്റുഡൻസ് അതിൽ എഴുതിയിട്ടുണ്ട്, എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു, അതിൽ എത്ര പേര് പാസ്സായി, എത്ര പേര് ഫെയിലായി, അതുപോലെ എത്ര പേർക്ക് ഫുൾ A+ ഉണ്ട്, എത്ര പേർക്ക് 5A+ ഉണ്ട്, എത്ര പേർക്ക് 4A+ ഉണ്ട്, അതുപോലെ അതിന്റെ ഹയസ്റ്റ് സ്കോർ എത്ര ആണ്, ആ ഹയസ്റ്റ് സ്കോർ ആരാണ് സ്കോർ ചെയ്തത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലെ വിൻഡോയിൽ നിന്നും ക്വിക്ക് അനലൈസിങ് വിൻഡോയിൽ നിന്നും നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ ആദ്യം ഒരു സെല്ലിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു ബാച്ചിന് നമ്മൾ കോപ്പി അല്ല പേസ്റ്റ് ചെയ്തു. ഈ സെയിം കോമ്പിനേഷനുള്ള ഇനിയും 2-3 ബാച്ച് കൂടെ ഉണ്ട്. അത് റാൻഡം ആയിട്ടാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റിയതെങ്കിൽ അല്ലെങ്കിൽ കോപ്പി ചെയ്യാൻ പറ്റിയതെങ്കിൽ നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് റോ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ലാസ്റ്റ് റോയിലേക്ക് വരും. ലാസ്റ്റ് റോയിൽ നമ്മളിത് നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്ത് ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വാല്യൂസ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ടോപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അത് നേരെ നമ്മുടെ ഫസ്റ്റ് ലൈനിലേക്ക് വരും. നമുക്ക് ക്വിക്ക് അനലൈസിംഗ് വിൻഡോ ലെഫ്റ്റ് സൈഡിൽ കാണുകയും ചെയ്യാം. അപ്പം ഇതാണ് നമ്മൾ മാർക്ക് ലിസ്റ്റ് എങ്ങനെയാണ് ഇതിലേക്ക് കോപ്പി ചെയ്യുന്നതെന്നുള്ളതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. അപ്പം ഇതേപോലെ ഞാൻ എല്ലാ ബാച്ചിന്റെയും മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ മാർക്ക് ലിസ്റ്റും എൻട്രി ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് അനലൈസ് ചെയ്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ, ഈ ഒരു വിൻഡോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ അനാലിസിസ് റിസൾട്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹോം പേജിനകത്തുള്ള റിസൾട്ട് സോൺ എന്ന് പറയുന്ന ബട്ടണും ഇപ്പം ആക്റ്റീവ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ ഇവിടെ മാർക്ക് ലിസ്റ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നമ്മൾ റിസൾട്ട് സോൺ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് നമ്മളുടെ റിസൾട്ടിന്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിലേക്ക് പോവാം. അപ്പൊ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാം നമ്മൾ എൻട്രി ചെയ്ത ആ ഒരു സ്കൂൾ കോഡ് അനുസരിച്ചുള്ള പേരും സ്കൂളിന്റെ പേരും അതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇവിടെ നമുക്ക് റിസൾട്ട് സമ്മറി കാണാം, ടോപ്പേഴ്സിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും, ബാച്ച് വൈസ് സ്കോർ നമുക്ക് എടുക്കാൻ പറ്റും, സബ്ജക്ട് വൈസ് അനാലിസിസ് ഉണ്ട്, അതുപോലെ സബ്ജക്ട് വൈസ് സ്കോർ ഉണ്ട്. അപ്പം ഇത് ഓരോന്നും എങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഈ ടൂളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റിസൾട്ട് സോൺ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതുവരെ എൻട്രി ചെയ്ത മാർക്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള ജനറേറ്റ് ചെയ്ത റിപ്പോർട്ടുകളെല്ലാം നമുക്ക് ഈ ഒരു വിൻഡോയിൽ നിന്നാണ് കിട്ടുന്നത്. ഇപ്പം ഇവിടെ റിസൾട്ട് സമ്മറി എന്ന് പറയുന്ന ഒരു
ഭാഗമുണ്ട് അല്ലെങ്കിൽ ഒരു ബട്ടൺ ഉണ്ട്, ടോപ്പേഴ്സ് ലിസ്റ്റ് ഉണ്ട്, ബാച്ച് വൈസ് സ്കോർ ഉണ്ട്, സബ്ജക്ട് വൈസ് സ്കോർ ഉണ്ട്, സബ്ജക്ട് വൈസ് അനാലിസിസ് ഉണ്ട്. അപ്പം ഇതിൽ നമ്മൾ റിസൾട്ട് സമ്മറി എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്കൂളിന്റെ ടോട്ടൽ പെർസെൻറ്റേജ് എത്ര ആണെന്നും അതുപോലെ നമ്മുടെ സ്കൂളിൽ എത്ര പേർക്ക് ടോട്ടലി ഫുൾ A+ ഉണ്ട്, എത്ര പേർക്ക് 5A+ ഉണ്ട്, എത്ര കുട്ടികൾ അറ്റൻഡ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ ബാച്ച് വൈസും ഓരോ ബാച്ചിലെയും കുട്ടികളുടെ എണ്ണം, കുട്ടികളുടെ എത്ര ഫുൾ A+, എത്ര 5A+, എത്ര പേര് ഫെയിലായി, എത്ര പെർസെൻറ്റേജ് എത്രയാണ് ഹയസ്റ്റ് സ്കോർ, അത് ആരാണ് സ്കോർ ചെയ്തത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു വിൻഡോയിൽ നിന്നും കിട്ടുന്നതാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മൾ പ്രിന്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു PDF ഫയൽ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ തന്നെ അത് സേവ് ആയി കിടക്കുന്നതാണ്. ഇനി ടോപ്പേഴ്സ് ലിസ്റ്റ് എടുക്കുക. ടോപ്പേഴ്സ് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് ഓരോ ബാച്ചിലെയും ടോപ്പേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് ഈ ഒരു ലിങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം എത്ര ടോപ്പേഴ്സ് ഉണ്ട്, അങ്ങനെയുള്ളവരുടെ പേര് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് ബാച്ച് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാച്ചിലെ ടോപ്പേഴ്സിന്റെ ലിസ്റ്റ് നമുക്ക് അവിടെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രിന്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് അതേപോലെ തന്നെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് ഡെസ്ക്ടോപ്പിൽ വരുന്നതാണ്. ഇനി അടുത്തത് ബാച്ച് വൈസ് സ്കോർ എടുക്കണമെങ്കിലും നമുക്ക് ഏത് ബാച്ചാണോ വേണ്ടത് ആ ബാച്ച് വൈസ് കൊടുക്കുക. അതിൽ ഹയസ്റ്റ് സ്കോർ ഉള്ള ആളുടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ ഫുൾ A+ ഉള്ളവരെയും ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ റിപ്പോർട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പ്രിന്റ് റിസൾട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി, നമുക്കവിടെ റിപ്പോർട്ട് ജനറേറ്റ് ആയി ഡെസ്ക്ടോപ്പിൽ സേവ് ആവും. അതുപോലെ ഇനി സബ്ജക്ട് വൈസ് സ്കോർ എന്ന് പറയുന്നുണ്ട്. സബ്ജക്ട് വൈസ് സ്കോർ എന്ന് വെച്ചാൽ നമ്മുടെ ഏത് ബാച്ചാണോ ആ ബാച്ചിൽ ഏതൊക്കെ സബ്ജക്റ്റുകളുണ്ടോ ആ സബ്ജക്റ്റുകളെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം അതിൽ ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സെലക്ട് ചെയ്ത സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എത്ര പേർക്ക് A+ ഉണ്ട്, അല്ലെങ്കിൽ ഒരു B+ ഉള്ളവർ എത്ര പേര്, ആ കൗണ്ട് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ ആ B+ കിട്ടിയ ഗ്രേഡ് കിട്ടിയ ആൾക്കാരുടെ എല്ലാം പേര് ഇവിടെ ഹൈലൈറ്റ് ചെയ്തും കാണിക്കും. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് ഇതിനെ പ്രിന്റ് ഔട്ട് എടുക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക, നമ്മൾ പ്രിന്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രിന്റ് നമുക്ക് ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് അനാലിസിസ് എന്ന് പറയുന്നതും നമ്മുടെ സ്കൂളിലെ ഓരോ ബാച്ചിലെയും സബ്ജക്റ്റുകളുടെ അനാലിസിസ് ആണ്. അപ്പം ഓരോ ബാച്ചിലെയും ഓരോ സബ്ജക്റ്റുകൾക്കും എത്ര പെർസെൻറ്റേജ് ഉണ്ട്, എത്ര A+കാരുണ്ട്, എത്ര Aക്കാരുണ്ട്, A ഗ്രേഡ് കിട്ടിയവരുണ്ട്, എത്ര പെർസെൻറ്റേജ് ഉണ്ട്, അതിന്റെ പെർസെൻറ്റേജ് ബാർ ഉൾപ്പെടെയുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വിഷ്വലൈസേഷൻ കിട്ടും. ഇത് നമുക്ക് കുറച്ചും കൂടെ അനലൈസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓരോ ബാച്ചും ഓരോ സബ്ജക്റ്റിനെയൊക്കെ അനലൈസ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അത് റിപ്പോർട്ടായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ പ്രിന്റ് റിസൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ റിപ്പോർട്ട് ജനറേറ്റ് ആയി നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് സ്റ്റോർ ആവുന്നത്. അപ്പം ഇത്രയും ടൂളുകളാണ് നമ്മുടെ ഈ ഒരു റിസൾട്ട് അനലൈസറിനകത്ത് ഉള്ളത്. അപ്പം ഈ ഒരു ടൂള് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാനുണ്ടോ, അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇൻട്രോ പേജിലേക്ക് വന്ന് എൻ്റെ ഈ ഒരു ഫീഡ്ബാക്കിലേക്ക് ഈ മെയിൽ ID-യിലേക്ക് ഒന്ന് മെയിൽ ചെയ്താൽ മതിയാവും. അത് ഞാൻ നോക്കിയിട്ട് എന്താണ് എനിക്ക് പറ്റുന്ന രീതിയിൽ അതിനെന്തെങ്കിലും അപ്ഡേഷൻസ് വരുത്താൻ പറ്റുമെങ്കിൽ അത് ചെയ്ത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ടൂൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്നെ ഒന്ന് അറിയിക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ്.